ഹലോ, ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിന്റെ പാർട്ട് 6 ആണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് സെക്ഷൻ ആണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബസ് ഓർഗനൈസേഷൻ, പ്രോസസർ ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് DMA, മെമ്മറി ഓർഗനൈസേഷൻ ആൻഡ് ക്യാഷ് കൊഹറൻസ് എന്ന് പറയുന്ന 3 ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സിലബസ് പ്രകാരം ഇത്രയും ടോപ്പിക്കും കൂടി ആവുമ്പോൾ നമ്മുടെ COAയുടെ മൊഡ്യൂള് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബസ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ബസ് ഓർഗനൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ട കാര്യമാണ് എന്താണ് ഒരു സിസ്റ്റം ബസ് എന്നുള്ളത്. വാട്ട് ഈസ് എ സിസ്റ്റം ബസ്? ഓക്കെ, അപ്പോൾ എ ബസ് ഈസ് എ സെറ്റ് ഓഫ് ഇലക്ട്രിക്കൽ വയേഴ്സ് ദാറ്റ് കണക്ട് ദ വേരിയസ് ഹാർഡ്വെയർ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പം നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഹാർഡ്വെയർ കമ്പോണൻസ് ഉണ്ട് അല്ലെ. സോ ഈ ഹാർഡ്വെയർ കമ്പോണൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ വയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നോർമൽ ഡെയിലി ലൈഫിലും ബസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതേപോലെ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ വയേഴ്സിനെയാണ് നമ്മൾ ബസ് എന്ന് പറയുന്നത്. Okay, it works as a communication pathway through which information flows from one hardware component to the other hardware component. അപ്പം ഒരു ഹാർഡ്വെയർ കമ്പോണന്റിൽ നിന്ന് വേറൊരു ഹാർഡ്വെയർ കമ്പോണന്റിലേക്ക് എന്ത് ചെയ്യാൻ, ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്വേ, അതാണ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, എ ബസ് ദാറ്റ് കണക്ട് മേജർ കമ്പോണൻസ്. അപ്പം ബസ് എന്ന് പറയുന്നത് എന്താണ്? മേജർ കമ്പോണൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിസ്റ്റം ബസ്. അപ്പൊ എന്താണ് ഒരു സിസ്റ്റം ബസ്? മേജർ കമ്പോണൻസ്. അപ്പൊ എന്തൊക്കെ മേജർ കമ്പോണൻസ് ഉണ്ട്? CPU, മെമ്മറി, IO ഡിവൈസസ് പോലുള്ള മേജർ കമ്പോണൻസിനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇമേജ് നോക്കുമ്പോൾ അറിയാം നമുക്ക് എന്തുണ്ട്? CPU ഉണ്ട്, മെയിൻ മെമ്മറി ഉണ്ട്, IO ഡിവൈസസ് ഉണ്ട്. സോ ഈ പറയുന്ന യൂണിറ്റുകളെല്ലാം ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷനിങ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഇത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷനിങ് നടക്കുന്നത്. സോ ഈ കമ്പോണൻസിനെ എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പാത്വേ ആണ് എന്ത്? സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. Okay, a processor bus organization refers to the structure and arrangement of buses that interconnect the CPU, memory and IO devices in a computer system. Okay, അപ്പോ നമ്മൾ ബസ്സസ് നോർമലി എന്തിനൊക്കെയാണ് ഇന്റർകണക്ട് ചെയ്യുന്നത്? CPU, മെയിൻ മെമ്മറി, IO ഡിവൈസസിനെയൊക്കെയാണ് ഇന്റർകണക്ട് ചെയ്യുന്നത്. ഓക്കെ, ബസ് എന്ന് പറയുന്നത്. സോ അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത്? ഒരു പ്രോസസർ ബസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചർ ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ബസ്സസ്. ഓക്കെ, ഒരു ബസ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഈ പറയുന്ന കമ്പോണൻസ് തമ്മിൽ ഇന്റർ കണക്ട് ചെയ്തിട്ട് ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്ത് പറയുന്നത്? പ്രോസസർ ബസ് ഓർഗനൈസേഷൻ പറയുന്നത്. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ബസ് ഈസ് എ സെറ്റ് ഓഫ് പാരലൽ വയേഴ്സ്. പാരലൽ വയേഴ്സ് ആണ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഡേറ്റ. എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അഡ്രസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കൺട്രോൾ സിഗ്നൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ ബസ് എന്ന് പറയുന്നത് പാരലൽ വയേഴ്സ് ആയിരിക്കും. അതിൽ കൂടി നമുക്ക് എന്തൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? ഡേറ്റ, അഡ്രസ്, കൺട്രോൾ സിഗ്നൽസ് ബിറ്റ്വീൻ ഡിഫറെന്റ് കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പൊ ബസ് ഓർഗനൈസേഷൻ പ്ലേസ് മേജർ റോൾ ഇൻ ഡിറ്റർമൈനിങ്. അപ്പം ബസ് ഓർഗനൈസേഷൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫർ, സ്പീഡ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ, സിസ്റ്റം പെർഫോമൻസ്, എഫിഷ്യൻസി ഓഫ് CPU ഓപ്പറേഷൻസ്, ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? നമ്മൾ എങ്ങനെയാണ് ബസ് ഓർഗനൈസേഷൻ ചെയ്തിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന കണക്ക് നമ്മൾ പോകുന്ന ബസ് നമുക്കൊരു അത്യാവശ്യമുണ്ട്, സ്ലോയിലാണ് നമ്മൾ കയറുന്ന ബസ് പോകുന്നതെന്നുണ്ടെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. അതേപോലെ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബസ് എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ബസ് ഓർഗനൈസേഷൻ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഡേറ്റ ട്രാൻസ്ഫറിന്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ സിസ്റ്റം പെർഫോമൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. CPU ഓപ്പറേഷൻസിന്റെ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പം നമ്മുടെ കേസിനകത്ത് നമുക്ക് എത്ര ടൈപ്പ് സിസ്റ്റം ബസ് ഉണ്ടെന്ന് നോക്കാം. അപ്പം മെയിൻ ആയിട്ട് നമുക്ക് 3 ടൈപ്പ് ഓഫ് ബസ്സസ് ആണ് ഉള്ളത്. ഓക്കെ, ഒരു പ്രോസസർ ഓർഗനൈസേഷനിൽ നമ്മൾ പറയുന്നത് നമുക്ക് 3 ടൈപ്പ് ബസ്സസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സിസ്റ്റം ബസിന്റെ കമ്പോണന്റ് ആയിട്ട് നമുക്കുള്ളത് എത്ര എണ്ണമാണ്? 3 ടൈപ്പ് ബസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഡേറ്റാ ബസ്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? അഡ്രസ് ബസ്. ദെൻ മൂന്നാമത്തത് എന്താണ്? കൺട്രോൾ ബസ്. അപ്പം ഡേറ്റാ ബസ്, അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ് എന്നുള്ള 3 ടൈപ്പ് ഓഫ് ബസ്സസ് ആണ് പ്രോസസർ ഓർഗനൈസേഷനകത്ത് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് ഡേറ്റാ ബസ് എന്താണെന്ന് നോക്കാം. അപ്പം ഡേറ്റാ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പേരിൽ തന്നെയുണ്ട് ഡേറ്റ. അപ്പം എന്തായിരിക്കും ഈ ബസ് ക്യാരി ചെയ്യുന്നത്? നമ്മുടെ ആക്ച്വൽ ഡേറ്റയാണ് എന്ത് ചെയ്യുന്നത്? ഡേറ്റാ ബസ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത എന്താണ്? ബൈ ഡയറക്ഷണൽ ആണ്. ഓക്കെ, ഡേറ്റയെ ബൈ ഡയറക്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പോണന്റിൽ നിന്ന് അങ്ങോട്ടും തിരിച്ചും എന്ത് ചെയ്യാൻ പറ്റും? ഈ ബസ്സിൽ കൂടി ഡേറ്റ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം സി പി യു ടു മെമ്മറിയിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെങ്കിൽ മെമ്മറിയിൽ നിന്ന് സി പി യുയിലേക്ക് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? ഡേറ്റ ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, അതാണ് ബൈ ഡയറക്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം വിഡ്ത്ത് ഡിറ്റർമൈൻസ് ഹൗ മച്ച് ഡേറ്റ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് അറ്റ് എ ടൈം. അപ്പം നമ്മുടെ ഒരു ബസ്സിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്ര ലൈൻസ് ഉണ്ട് ഒരു ബസ്, നമ്മൾ ഇലക്ട്രിക്കൽ വയേഴ്സിന്റെ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു. സോ എത്ര ലൈൻസ് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്, അതിന്റെ വിഡ്ത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അറ്റ് എ ടൈം എത്ര ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഡേറ്റാ ബസ് എന്ന് പറയുന്നത് 32 ബിറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 32 ബിറ്റ് ഉള്ള ഒരു ഡേറ്റാ ബസ് ആണെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം എത്ര ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? 32 ബിറ്റ് ട്രാൻസ്ഫേർഡ് ഇൻ ഓൺ ഓപ്പറേഷൻ. അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 32 ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എന്താണ്? ബസ്സിന്റെ വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫർ ഫാസ്റ്റർ ആക്കാൻ നമുക്ക് പറ്റും അല്ലെ? നമുക്ക് 32 ബിറ്റ് ബസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 32 ബിറ്റ്. അപ്പൊ 64 ആണ് നമുക്ക് ബസ്സിന്റെ വിഡ്ത്ത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 64 ബിറ്റ് അറ്റ് എ ടൈം. അപ്പൊ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. രണ്ടാമത് നമ്മുടെ കയ്യിലുള്ള ബസ്സാണ് അഡ്രസ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? പേര് പറയുന്നത് പോലെ ക്യാരീസ് മെമ്മറി അഡ്രസ്സസ്. ഓക്കെ, മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സുകളാണ് ഈ അഡ്രസ് ബസ്സിൽ കൂടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ യൂണി ഡയറക്ഷണൽ ആണ്. ഓക്കെ, സി പി യുവിൽ നിന്ന് മെമ്മറിയിലോട്ടോ IO ഡിവൈസസിലോട്ടോ ആണ് എന്ത് ചെയ്യുന്നത്? ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. തിരിച്ച് മെമ്മറിയിൽ നിന്നും അല്ലെങ്കിൽ IO ഡിവൈസസിൽ നിന്ന് സി പി യുയിലേക്ക് എന്ത് വരില്ല? അഡ്രസ് ബസ്സിൽ കൂടി അഡ്രസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ യൂണി ഡയറക്ഷണൽ ആണ്. എവിടെ നിന്ന് എങ്ങോട്ടാണ്? സി പി യുയിൽ നിന്ന് മെയിൻ മെമ്മറി അല്ലെങ്കിൽ IO ഡിവൈസിലേക്ക്. ഓക്കെ, അപ്പം ഡിറ്റർമൈൻസ് മാക്സിമം മെമ്മറി കപ്പാസിറ്റി. ഇപ്പൊ അഡ്രസ് ബസ്സിന്റെ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് തന്നെ നമുക്ക് മെമ്മറി കപ്പാസിറ്റി എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും. എങ്ങനെയാണത്? ഇഫ് അഡ്രസ് ബസ് ഹാസ് n ലൈൻസ്. അപ്പൊ അഡ്രസ് ബസ്സിന് n ലൈൻസ്, n ഇലക്ട്രിക്കൽ വയേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു അഡ്രസ് ബസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടെങ്കിൽ എത്ര മെമ്മറി ലൊക്കേഷൻ കാണും? 2n മെമ്മറി ലൊക്കേഷൻസ് കാണും. ഓക്കെ, n ലൈൻസ് ആണ്. n എന്നുള്ളതാണ് അഡ്രസ് ബസ്സിന്റെ വിഡ്ത്ത്. ഓക്കെ, അപ്പൊ എത്ര ലൈൻസ് ഉണ്ട് അഡ്രസ് ബസ്സിൽ? n ലൈൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാവും? 2n മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, അഡ്രസ് ബസ്സിന്റെ n ലൈൻസ് ഉണ്ടെങ്കിൽ മെമ്മറി ലൊക്കേഷൻ 2n ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിലോ, നമുക്ക് 20 അഡ്രസ് ലൈൻസ് ആണ് നമ്മുടെ അഡ്രസ് ബസ്സിന് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര മെമ്മറി ലൊക്കേഷൻസ് കാണും? 2/20. 2/20 എന്ന് പറയുന്നത് 1 MB മെമ്മറി ലൊക്കേഷൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. ദെൻ അടുത്ത ബസ്സാണ് കൺട്രോൾ ബസ്. ഓക്കെ, കൺട്രോൾ ബസ് എന്തിനാണ്? ക്യാരീസ് കൺട്രോൾ സിഗ്നൽസ്. ഓക്കെ, കൺട്രോൾ സിഗ്നൽസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ബസ് യൂസ് ചെയ്യുന്നത്. എന്തൊക്കെ കൺട്രോൾ സിഗ്നൽസ് ഉണ്ട്? റീഡ്, റൈറ്റ്, ഇന്ററപ്റ്റ്. ഓക്കെ, റീഡ്, റൈറ്റ്, ഇന്ററപ്റ്റ് എന്ന് പറയുന്ന 3 ടൈപ്പിലുള്ള കൺട്രോൾ സിഗ്നൽസ് ആണ് ഉള്ളത്. സോ ഈ സിഗ്നൽസിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ബസ് യൂസ് ചെയ്യുന്നത്. അപ്പം റീഡ് എന്നുള്ളൊരു സിഗ്നൽ ആണ് കൺട്രോൾ ബസ് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? റീഡ് ചെയ്യാനുള്ള ഡേറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അത് പറയുന്നത് എന്താണ്? നമുക്ക് ഡേറ്റ റീഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ് ആണ് പറയുന്നതെങ്കിലോ, റൈറ്റ് എന്നുള്ള കൺട്രോൾ സിഗ്നൽ ആണ് പോകുന്നതെങ്കിൽ ഒരു ഡിവൈസിന് അടുത്ത ഡിവൈസിലോട്ട് എന്ത് ചെയ്യണം? ഡേറ്റ റൈറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം കോർഡിനേറ്റ് ഓപ്പറേഷൻസ്.
ഓക്കെ, അപ്പം ഈ പറയുന്ന എല്ലാ ഓപ്പറേഷനെയും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിൽ നടക്കുന്ന, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന എല്ലാ ഓപ്പറേഷനെയും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കൺട്രോൾ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കൺട്രോൾ ബസ് എൻഷ്യൂർസ് പ്രോപ്പർ ടൈമിംഗ് ആൻഡ് സിങ്ക്രണൈസേഷൻ. ഓക്കെ, കൺട്രോൾ സിഗ്നൽസ് ആണ് നമ്മുടെ കൺട്രോൾ ബസ് ക്യാരി ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് കൺട്രോൾ ബസ് എൻഷുർ ചെയ്യുന്നത്, നമ്മുടെ പ്രോപ്പർ ടൈമിംഗ് ആൻഡ് സിങ്ക്രണൈസേഷൻ വേണ്ടേ. നമ്മൾ ഈ പറയുന്ന പോലെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 hours കഴിഞ്ഞിട്ട് ആഡ് ചെയ്താൽ മതിയോ, പോരാ. അതിന്റെ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ ഡേറ്റ ഇൻപുട്ട് ചെയ്ത് റിക്വസ്റ്റ് കൊടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അഡിഷൻ ഓപ്പറേഷൻ നടക്കണം. ഈ പറയുന്ന അഡിഷൻ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ ഡിഫറെന്റ് മൊഡ്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് വേണം നടക്കാൻ, അല്ലെ. അപ്പൊ ആ മൊഡ്യൂൾസിനെല്ലാം ഒരു സിങ്ക്രണൈസേഷൻ വേണം. സോ പ്രോപ്പർ ടൈമിംഗ് ആൻഡ് സിങ്ക്രണൈസേഷൻ എൻഷുർ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ കൺട്രോൾ ബസ് ആണ്, ത്രൂ കൺട്രോൾ സിഗ്നൽസ്. ഓക്കെ, അപ്പൊ ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്, നമുക്ക് CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, IO ഡിവൈസസ് ഉണ്ട്. സോ ഈ പറയുന്ന 3 ഡിവൈസും 3 കമ്പോണൻസും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന എന്ത് വഴിയാണ്, സിസ്റ്റം ബസ് വഴിയാണ്. അപ്പം സിസ്റ്റം ബസ്സിനകത്തുള്ള 3 ബസ്സാണ് എന്തൊക്കെ, കൺട്രോൾ ബസ്, അഡ്രസ് ബസ്, ഡേറ്റാ ബസ്. ഈ 3 ബസ്സിനെയും കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. ഡേറ്റാ ബസ് ഡേറ്റ ക്യാരി ചെയ്യും, അഡ്രസ് ബസ് മെമ്മറി അഡ്രസ് ക്യാരി ചെയ്യും, കൺട്രോൾ ബസ് കൺട്രോൾ സിഗ്നൽസ് ക്യാരി ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് കോമൺ ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ, മെമ്മറി റീഡ്. മെമ്മറി റീഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡേറ്റ ഫ്രം മെമ്മറി അഡ്രസ് ലൊക്കേഷൻ ടു ബി പ്ലേസ്ഡ് ഓൺ ഡേറ്റാബേസ്. അതായത് നമുക്ക് മെമ്മറിയിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യണം. മെമ്മറിയിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡേറ്റ എവിടെ വരണം, ഡേറ്റാബേസിൽ വരണം, അല്ലെ. സോ മെമ്മറിയിൽ നിന്ന് ഡേറ്റ എടുത്ത് ഡേറ്റാബേസിൽ എടുക്കുമ്പോൾ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഡേറ്റാബേസിൽ നിന്ന് കമ്പോണന്റിലോട്ട് പോയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ മെമ്മറി റൈറ്റ് എന്നുള്ള കൺട്രോൾ സിഗ്നൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഡേറ്റ ഫ്രം ഡേറ്റാബേസ് ടു ബി പ്ലേസ്ഡ് ഓൺ മെമ്മറി അഡ്രസ് ലൊക്കേഷൻ. ഓക്കെ, തിരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, മെമ്മറി അഡ്രസ് ലൊക്കേഷനിലോട്ട് പ്ലേസ് ചെയ്യണം. സോ നമ്മുടെ ഡേറ്റാബേസിലായിരിക്കും എന്തിരിക്കുന്നത്, ഡേറ്റ ഇരിക്കുന്നത്. ആ ഡേറ്റാബേസിൽ നിന്നെടുത്ത് മെമ്മറി അഡ്രസ് ലൊക്കേഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, പേസ്റ്റ് ചെയ്ത് വെക്കും. ഓക്കെ, IO റീഡ്. ഓക്കെ, IO റീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേറ്റ ഫ്രം IO അഡ്രസ് ലൊക്കേഷൻ ടു ബി പ്ലേസ്ഡ് ഓൺ ഡേറ്റാബേസ്. ഇതാണ്, നമുക്ക് ഡേറ്റാബേസിൽ വന്നാലേ ഡേറ്റ റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഡേറ്റാബേസിനകത്തോട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന IO അഡ്രസ് ലൊക്കേഷനിൽ നിന്ന് ഡേറ്റ എടുത്ത് വെക്കും. ഓക്കെ, IO റൈറ്റ് എന്താണ്, ഡേറ്റ ഫ്രം ഡേറ്റാബേസ് ടു ബി പ്ലേസ്ഡ് ഓൺ IO അഡ്രസ് ലൊക്കേഷൻ. ഓക്കെ, IO അഡ്രസ് ലൊക്കേഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഡേറ്റ പ്ലേസ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യും, ഡേറ്റാബേസിനകത്തുള്ള ഡേറ്റ എന്ത് ചെയ്യും, IO അഡ്രസ് ലൊക്കേഷനിലോട്ട് പ്ലേസ് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് വരുന്ന കൺട്രോൾ സിഗ്നൽസ് ആണ് ഇന്ററപ്റ്റ്, ക്ലോക്ക്, റീസെറ്റ്. ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമുക്കൊരു സർവീസ് വേണം. സോ ഇപ്പൊ കറന്റ്ലി എന്തായാലും പ്രോസസർ ഒരു വർക്ക് നടക്കുമായിരിക്കും. അപ്പൊ ഇന്ററപ്റ്റ് സിഗ്നൽ കൊടുത്താൽ മാത്രമേ എന്താണ്, നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് ഫ്രീ ആയി കിട്ടത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് ഇന്ററപ്റ്റ് സിഗ്നൽ യൂസ് ചെയ്യുന്നത്. ക്ലോക്ക് സിഗ്നൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ടൈമിങ്, അല്ലെ. എല്ലാ ഓപ്പറേഷനും കറക്റ്റ് പ്രോപ്പർ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുകയും എൻഡ് ചെയ്യുകയും വേണം. സോ അതിനാണ് നമ്മൾ ക്ലോക്ക് സിഗ്നൽ യൂസ് ചെയ്യുന്നത്. റീസെറ്റ് എന്തിനാണ്, മൊത്തത്തിലുള്ള നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷനിങ് എല്ലാം റീസെറ്റ് ചെയ്ത് ഇനിഷ്യൽ കണ്ടീഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റീസെറ്റ് എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താണ്, ഇന്റേണൽ ബസ് ഓർഗനൈസേഷൻ ഓഫ് CPU. അപ്പൊ CPUവിനകത്ത് നമുക്ക് എന്തുണ്ട്, ബസ് ഓർഗനൈസേഷൻ ഉണ്ട്, ഇല്ലേ. ഈ പറയുന്നത് എന്താണ്, CPU, മെമ്മറി, IO ഡിവൈസസും എല്ലാം കൂടി കണക്ട് ചെയ്യാനുള്ള ബസ്സിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി CPUവിനകത്ത് തന്നെ ഒത്തിരി കമ്പോണൻസ് ഉണ്ട്, ഇല്ലേ. CPUവിനകത്ത് എന്തൊക്കെയുണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്, ALU ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. സോ ഈ പറയുന്ന കമ്പോണൻസിനെ എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, എഗെയിൻ നമുക്ക് കണക്ടിങ് വയേഴ്സ് വേണം. നമ്മൾ അതിന് കമ്പ്യൂട്ടറിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്താണ് പറയുന്നത്, ബസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഇന്റേണൽ അറേഞ്ച്മെന്റ് ഈസ് കാൾഡ് പ്രോസസർ ബസ് ഓർഗനൈസേഷൻ. ഓക്കെ, പ്രോസസറിനകത്ത് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ബസ്സിന്റെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ പ്രോസസർ ബസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇൻസൈഡ് CPUവിനകത്ത് എത്ര ടൈപ്പ് ബസ് ഓർഗനൈസേഷൻ ഉണ്ടെന്ന് നോക്കാം.
Okay, first one, single bus organization. അപ്പം all registers, ALU and memory are connected using a connected shared communication pathway known as a system bus. അപ്പം സിംഗിൾ ബസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്താണ്, ഒരു സിസ്റ്റം ബസ് എന്ന് പറയുന്ന ഒരു കോമൺ ഷെയർഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഓക്കെ, ഈ പറയുന്നതിനകത്തുകൂടി തന്നെയാണ് എല്ലാ രജിസ്റ്റേഴ്സും ALU മെമ്മറി ആയിട്ട് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. അതായത് ഒറ്റ പാത്വേ ഉണ്ടാവുള്ളൂ, ഷെയർ ചെയ്ത് യൂസ് ചെയ്യും. അതാണ് സിംഗിൾ ബസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ദിസ് സിംഗിൾ ബസ് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് 3 മെയിൻ പാർട്സ്: അഡ്രസ് ബസ്, ഡേറ്റാ ബസ് ആൻഡ് കൺട്രോൾ ബസ്. ഒരു ബസ് തന്നെ ആയിരിക്കും, ഒരു പാത്വേ ആയിരിക്കും. അതിനകത്ത് അഡ്രസ് ക്യാരി ചെയ്യാൻ ഒരു ഇതുണ്ടാവും, ഡേറ്റ ക്യാരി ചെയ്യാൻ ഒരു ബസ് ഉണ്ടാവും, കൺട്രോൾ സിഗ്നൽസ് പാസ് ചെയ്യാൻ ഒരു ബസ് ഉണ്ടാവും. അങ്ങനെ 3 ബസ് ഉണ്ടാവും. പക്ഷെ എന്താണ്, ഇത് മൂന്നും ഈ പറയുന്ന അഡ്രസ് ബസ്സും ഡേറ്റാ ബസ്സും കൺട്രോൾ ബസ്സും എന്താണ്, എല്ലാ കമ്പോണൻസും ഷെയർ ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, വർക്കിംഗ് എങ്ങനെയാണ്, ഓൺലി വൺ ഡേറ്റ ട്രാൻസ്ഫർ ക്യാൻ ഹാപ്പൻ അറ്റ് എ ടൈം, അല്ലെ? അറ്റ് എ ടൈം ഒരു ഡേറ്റാ ബസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഡേറ്റാ ബസ്സിൽ കൂടി രജിസ്റ്ററിന് ഡേറ്റ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, രജിസ്റ്റർ ആയിരിക്കും അന്നേരം പാസ് ചെയ്യാൻ പറ്റുക. അറ്റ് എ ടൈം ഒരെണ്ണേ ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള കമ്പോണൻസിന് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്താണ്, ഡേറ്റ ട്രാൻസ്ഫർ അറ്റ് എ ടൈം എന്താണ്, ഒരു ഇത് ഡേറ്റ ട്രാൻസ്ഫർ മാത്രമേ നടക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഏത് ഇൻപുട്ട് ആണ് പോവേണ്ടതെന്ന് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, മൾട്ടിപ്ലക്സേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻപുട്ട് സെലക്ട് ചെയ്യുന്നത്. മൾട്ടിപ്ലക്സർ അറിയാലോ, നമുക്ക് സെലക്ടിങ് ലൈൻസ് കാണും. മൾട്ടിപ്ലക്സറിന്റെ ആ ഒരു ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. സിൻസ് ഓൺലി വൺ ട്രാൻസാക്ഷൻ ക്യാൻ ഒക്കർ അറ്റ് എ ടൈം, ആർ ഡിവൈസസ് മസ്റ്റ് വെയിറ്റ് ടു ആക്സസ് ദ ബസ്. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് എന്താണ്, ഒരു ട്രാൻസാക്ഷനേ നടക്കുള്ളൂ, ഒരു ഡേറ്റ ട്രാൻസ്ഫറേ നടക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ബാക്കിയുള്ള കമ്പോണൻസ് എന്ത് ചെയ്യണം, നമ്മുടെ ബസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താണ്, അതിന്റെ സിംപ്ലിസിറ്റി. ഓക്കെ, നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും എന്താണ്, ഈ സിമ്പിൾ ആണ്. കോസ്റ്റ് എഫിഷ്യൻസി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹാർഡ്വെയർ ആവശ്യമില്ല, അല്ലെ? എല്ലാം കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ ബസ് സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം കോസ്റ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. പിന്നെ കോമ്പാക്ട്നെസ്, റിക്വയർസ് ലെസ് സ്പേസ് ഓൺ ദി മദർ ബോർഡ്, അലോവിങ് ഇറ്റ് ടു ബി കോമ്പാക്ട് ആൻഡ് ലേഡ് ഔട്ട് ഇൻ എ സ്മോൾ ഏരിയ. അപ്പം ഈ പറയുന്നത് പോലെ എന്താണ്, ഒത്തിരി വയേഴ്സ് ഇല്ല, ഷെയർ ചെയ്തിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ മദർ ബോർഡിനകത്ത് കുറച്ച് സ്പേസ് മതി. അപ്പം കോമ്പാക്ട്നെസ് എന്ന് പറയുന്നത് ഹയർ ആണ്. ഓക്കെ, ദെൻ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ ഈസിയാണ്, കുറച്ച് എലമെന്റ്സേ ഉള്ളൂ. സോ ട്രബിൾ ഷൂട്ട് ചെയ്യാം, എവിടെയാണ് പ്രശ്നം എന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സ്റ്റാൻഡർഡൈസേഷൻ, ബിക്കോസ് ഓഫ് ദി മെനി ഡിസൈൻസ് ഫോർ സിംഗിൾ ബസ് സ്ട്രക്ചേഴ്സ്. അപ്പം സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കയ്യിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്, അല്ലെ? ബിക്കോസ് ഓഫ് മെനി ഡിസൈൻസ് ഫോർ സിംഗിൾ ബസ് സ്ട്രക്ചേഴ്സ്. ഓൾറെഡി സിംഗിൾ ബസ് സ്ട്രക്ചറിന് ഒത്തിരി ഡിസൈൻസ് ഉണ്ട്. ഓക്കെ, ഓഫൺ ടൈംസ് കമ്പോണൻസ് ആൻഡ് ഡിസൈൻസ് ആർ സ്റ്റാൻഡർഡൈസ്ഡ്. അപ്പം ഈ പറയുന്ന ഡിസൈനകത്ത് ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇതെല്ലാം ഓൾറെഡി എന്താണ്, സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഡിസൈനേഴ്സിന് എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന സാധനം നമുക്ക് എടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ദെൻ മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്, ലിമിറ്റഡ് ബാൻഡ് വിഡ്ത്ത് ആണ്. ഓക്കെ, ഓൾ ഡേറ്റ ട്രാൻസ്ഫേഴ്സ് ഒക്കർ ഓവർ ദ സെയിം ബസ് ഓർ വയർ, ദിസ് മേ ലീഡ് ടു പെർഫോമൻസ്. ഓക്കെ, അപ്പം ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അറ്റ് എ ടൈം നമുക്ക് ഈ പറയുന്ന കണക്ക് കുറച്ച് ലൈൻസേ ഉള്ളൂ. ആ ലൈൻസിൽ കൂടി പാസ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനകത്തുകൂടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം പെർഫോമൻസിനെ അത് അഫക്ട് ചെയ്യും. ഒബ്വിയസ്ലി നമുക്ക് കുറച്ച് ഡേറ്റ മാത്രമേ അറ്റ് എ ടൈം പോകാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. സോ പെർഫോമൻസിനെ അത് അഫക്ട് ചെയ്യും. ഓക്കെ, ദെൻ എന്താണ്, ബസ് കണ്ടൻഷൻ. വെൻ മൾട്ടിപ്പിൾ ഡിവൈസസ് content to use the bus, there may be performance delay or reduced efficiency in data transfer. അല്ലെ? അപ്പൊ ഒരു ബസ് മൾട്ടിപ്പിൾ ഡിവൈസസ് ആക്സസ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും, ഡിലേ സംഭവിക്കും പെർഫോമൻസിനകത്ത്. അതുപോലെ ഡേറ്റ ട്രാൻസ്ഫറിന് എഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ദെൻ എന്താണ്, സ്കെയിലബിലിറ്റി ഇഷ്യൂസ്. ഓക്കെ, ആഡിങ് അഡീഷണൽ ഡിവൈസസ് വിൽ കണ്ടിന്യൂ ടു ഇൻക്രീസ് contention, resulting in reduced performance of the bus architecture. Okay, this architecture will not work in large or high performance system. അപ്പൊ ഈ പറയുന്നത് പോലെ നമുക്ക് ഓൾറെഡി കുറച്ച് ഡിവൈസസ് ഉണ്ടാവും. ആ ഡിവൈസ് ആയിരിക്കും ബസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എഗെയിൻ കുറച്ചുകൂടി കമ്പോണൻസ് ആഡ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിന്റെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യും. ഓക്കെ, അപ്പം
മെയിൻ ആയിട്ടുള്ള പെർഫോമൻസ് ബോട്ടിൽനെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആസ് ഡേറ്റ ട്രാൻസ്ഫർ നീഡ്സ് ഗ്രോ. അതായത് ഇപ്പം ഈ പറയുന്നത് പോലെ നമുക്ക് 16 ബിറ്റ് അല്ലെങ്കിൽ 32 ബിറ്റ് എന്ന് പറയുന്ന ഒരു ബസ് സൈസിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി വലുതാക്കണം, 64 ബിറ്റിലോട്ടൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഈ പറയുന്ന പെർഫോമൻസ് നമുക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം സിംഗിൾ ബസ്സിനകത്ത് ഇത്രയും ലിമിറ്റഡ് ആയിരിക്കും അതിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ യൂണി ഡിറക്ഷണൽ അഡ്രസ് ബസ് എന്നുള്ളത് അടുത്ത ഒരു എന്താണ് ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം അഡ്രസ് ബസ് നമുക്ക് യൂണി ഡിറക്ഷണൽ ആണ്. അറ്റ് എ ടൈം ഒരു സൈഡിലോട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന പോലെ അഡ്രസ് കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. എവിടെ നിന്ന് എങ്ങോട്ടാണ്? സി പി യുവിൽ നിന്ന് മെമ്മറിയിലോട്ടോ IO ഡിവൈസസിലോട്ടോ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അഡ്രസ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ നമ്മളിപ്പോ ഇത്രയും പറഞ്ഞത് എന്തായിരുന്നു? സിംഗിൾ ബസ് സ്ട്രക്ചർ ആയിരുന്നു. ഇനി നമുക്കുള്ള ഒരു ബസ് സ്ട്രക്ചർ ആണ് മൾട്ടി ബസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടി ബസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിംഗിൾ ബസ് സിസ്റ്റത്തിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. നമുക്ക് എന്ത് കാണും? 2 or more buses to connect the major components of a computer system. അപ്പം ഇതിനകത്തുള്ള പ്രത്യേകത നമുക്ക് രണ്ടോ അതിലധികമോ ബസ്സസ് ഉണ്ടാവും കമ്പോണൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഷെയറിംഗ് ഓൺ കോമൺ കമ്മ്യൂണിക്കേഷൻ പാത്ത് എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് എന്താണ്, നമുക്ക് മൾട്ടിപ്പിൾ ബസ്സസ് എന്ത് ചെയ്യും, വർക്ക് ലോഡ് ഡിവൈഡ് ചെയ്തെടുക്കും. സോ പെർഫോമൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, ഡിലേ, ഡാറ്റ ട്രാൻസ്ഫറിൽ ഉണ്ടാവുന്ന ഡിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇൻ ദിസ് സെറ്റപ്പ് ഈച്ച് സബ്സിസ്റ്റം ലൈക്ക് CPU, മെമ്മറി or IO ഡിവൈസസ് ക്യാൻ ഹാവ് ഇറ്റ്സ് ഓൺ ഡെഡിക്കേറ്റഡ് ബസ് ഓർ ഷെയർ എ സെറ്റ് ഓഫ് ബസ്സസ് ഡിപ്പെൻഡിങ് ഓൺ ഡിസൈൻ റിക്വയർമെന്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന മൾട്ടി ബസ് സ്ട്രക്ചറിനകത്ത് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഡെഡിക്കേറ്റഡ് ബസ്, ഈ പറയുന്ന കമ്പോണൻസിന് ഓരോ കാര്യങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ബസ് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിസൈനിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമുക്ക് ഷെയർ ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ദിസ് ഹെൽപ്സ് ദ സിസ്റ്റം ഹാൻഡിൽ സൈമിൾട്ടേനിയസ് ഡേറ്റ ട്രാൻസ്ഫർ. അപ്പൊ മൾട്ടിപ്പിൾ ബസ് സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം ട്രാഫിക് കൺജഷൻ വരില്ല, അല്ലെ? നമുക്ക് ഈ പറയുന്ന പോലെ ഒരു 8 ലൈൻ പാത്തുള്ള റോഡിൽ കൂടെ പോകുന്നതും 2 ലൈൻ പാത്തിൽ കൂടെ പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് പോലെ എന്താണ്, കൺജഷൻ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും മൾട്ടി ബസ് സ്ട്രക്ചർ ആവുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പം മൊത്തത്തിൽ എന്ത് സംഭവിക്കും, നമ്മുടെ സിസ്റ്റം സ്പീഡ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് ഒരു ടിപ്പിക്കൽ മൾട്ടി സിസ്റ്റം ബസ് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, ഒരു സിസ്റ്റം ബസ് ഉണ്ടാവും. അപ്പൊ സിസ്റ്റം ബസ് എന്താ ചെയ്യുന്നത്, CPU നെയും മെയിൻ മെമ്മറിനെയും തമ്മിൽ കണക്ട് ചെയ്യും. ദെൻ നമുക്കുള്ളത് എന്താണ്, IO ബസ്. ഓക്കെ, IO ബസ് എന്തിനാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ദെൻ എ ഹൈ സ്പീഡ് ലോക്കൽ ബസ് ആണ് ഫോർ ഫാസ്റ്റർ പെരിഫറൽസ് ലൈക്ക് ഗ്രാഫിക്സ് കാർഡ്. ഓക്കെ, അപ്പൊ നമുക്ക് CPU നെയും മെയിൻ മെമ്മറിനെയും കണക്ട് ചെയ്യാൻ സിസ്റ്റം ബസ് ഉണ്ടാവും. IO ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് IO ബസ് ഉണ്ടാവും. അതുപോലെ ഗ്രാഫിക്സ് കാർഡ് പോലുള്ള ഫാസ്റ്റർ പെരിഫറൽസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ സ്പീഡ് ലോക്കൽ ബസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ദിസ് ഡിസൈൻ ഹെൽപ്പ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ടു ഹാൻഡിൽ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് എഫിഷ്യൻസി. അപ്പൊ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ കമ്പോണന്റിനും ഡെഡിക്കേറ്റഡ് ആയിട്ട് ബസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് എഫിഷ്യന്റ് ആയിട്ട് നടക്കും. ഓക്കെ, അപ്പോ നമുക്ക് എന്താണ്, ഇതിന്റെ പെർഫോമൻസ് ഹയർ ആയിട്ട് കിട്ടും. ദെൻ മൾട്ടി ബസ് ഓർഗനൈസേഷനിൽ തന്നെ നമുക്ക് 2 ബസ് ഓർഗനൈസേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ 2 ബസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ബസ്സസ് ഉണ്ടാവും. ഒന്ന് എന്തിനാണ്, ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ബസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതർ ഈസ് യൂസ്ഡ് ടു ഫെച്ച് ഡേറ്റ റിക്വയർഡ് ഫോർ എക്സിക്യൂഷൻ. ഓക്കെ, നമുക്ക് ഒന്ന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാനും ഒന്ന് ഡേറ്റ ഫെച്ച് ചെയ്യാനും വേണ്ടിയിട്ട് 2 ബസ് ഉണ്ടാവും. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, സിംഗിൾ ബസ് ഓർഗനൈസേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റർ ആയിരിക്കും. അലോസ് ലിമിറ്റഡ് പാരലിസം. പാരലിസം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 2 ബസ് ഉള്ളത് കൊണ്ട് തന്നെ അറ്റ് എ ടൈം 2 ഓപ്പറാൻഡിനെ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം IO ബസ്സും ഉണ്ട്, മെമ്മറി ബസ്സും ഉണ്ട്. ഓക്കെ, ഡബിൾ ബസ് സ്ട്രക്ചറിനകത്ത് നമുക്ക് മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കൊരു ബസ് ഉണ്ട്. IO ഡിവൈസസുമായിട്ട് പ്രോസസറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, IO ബസ്സും ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് മൾട്ടി ബസ് ഓർഗനൈസേഷനകത്ത് വരുന്ന അടുത്ത ഒരു ടൈപ്പാണ് 3 ബസ് ഓർഗനൈസേഷൻ. അപ്പൊ നമുക്ക് മൊത്തത്തില് 3 ബസ് ഓർഗനൈസേഷൻ ആണുള്ളത്. സിംഗിൾ ബസ്, മൾട്ടിക്കകത്ത് 2ഉം 3യും. ഓക്കെ, അപ്പം 3 ബസ് ഓർഗനൈസേഷൻ ആകുമ്പോഴത്തേക്കും 2 ഇൻപുട്ട് ബസ്സസും ഉണ്ടാവും,
ഓൺ ഔട്ട്പുട്ട് ബസ്സും ഉണ്ടാവും. അപ്പം രണ്ട് ഇൻപുട്ട് ബസ് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ബസ് ഉണ്ടാവും. അപ്പൊ എന്താണ്, ALUന് അറ്റ് എ ടൈം രണ്ട് ഇൻപുട്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ, രണ്ട് ഇൻപുട്ട്. അപ്പം രണ്ട് ബസ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് വയർ കൂടി അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് റിസീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫാസ്റ്റർ എക്സിക്യൂഷൻ, ഒബ്വിയസ്ലി നമുക്ക് മൾട്ടിപ്പിൾ പാർട്സ് ഉള്ളപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഫാസ്റ്റർ ആയിരിക്കും. സപ്പോർട്ട് പാരലൽ ഓപ്പറേഷൻ അല്ലെ, പാരലൽ ആയിട്ട് തന്നെ ഓപ്പറേഷൻസ് എല്ലാം നടക്കും. ദെൻ യൂസ്ഡ് ഇൻ മോഡേൺ പ്രോസസേഴ്സ്, അതാണ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ ട്രീ ബസ് ഓർഗനൈസേഷന് ഡിസഡ്വാൻറ്റേജ് എന്താണ്? മോർ കോംപ്ലക്സ് ആണ് അല്ലെ, നമ്പർ ഓഫ് ബസ്സും നമ്പർ ഓഫ് ലൈൻസും കൂടുന്നതിനനുസരിച്ച് കോംപ്ലക്സിറ്റി കൂടും. അതേപോലെ എന്താണ്, കമ്പോണൻസ് റിക്വയർമെന്റ് കൂടുവാണ്. സോ ഹയർ കോസ്റ്റും ആയിരിക്കും. അപ്പൊ മോർ കോംപ്ലക്സ് ആണ്, ഹയർ കോസ്റ്റ് ആണെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതേപോലെ എന്താണ്, ഈ പറയുന്ന ബസ്സിന് രണ്ട് രീതിയിൽ കൂടി ക്ലാസിഫൈ ചെയ്യാം. എന്തിനെ ബേസ് ചെയ്തിട്ട്? ടൈമിംഗ് കൺട്രോളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എഗെയിൻ ബസ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിങ്ക്രണസ് ബസ് ആൻഡ് അസിങ്ക്രണസ് ബസ്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്താണ്, ബസ്സിന്റെ സ്ട്രക്ചർ, എത്ര ലൈൻസ് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ബസ്സിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. അതേപോലെ തന്നെ ടൈമിംഗ് കൺട്രോളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബസ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ സിങ്ക്രണസ് ബസ്, സെക്കൻഡ് വൺ അസിങ്ക്രണസ് ബസ്. സോ സിങ്ക്രണസ് ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സിങ്ക്രണസ് ബസ് ഈസ് കൺട്രോൾഡ് ബൈ എ കോമൺ ക്ലോക്ക് സിഗ്നൽ. ഓക്കെ, നമുക്കറിയാം കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ക്ലോക്ക് സിഗ്നൽ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പം സിങ്ക്രണസ് ബസിന്റെ കേസിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? സിങ്ക്രണസ് ബസ് യൂസ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? കോമൺ ക്ലോക്ക് സിഗ്നൽ വെച്ചിട്ടാണ്. ഓക്കെ, ഓൾ ഡിവൈസസ് പെർഫോം ഓപ്പറേഷൻസ് അക്കോർഡിംഗ് ടു ക്ലോക്ക് പൾസ്. അപ്പൊ എല്ലാ ഡിവൈസും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു സിംഗിൾ സിഗ്നൽ വെച്ചിട്ടായിരിക്കും. സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ക്ലോക്ക് സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എല്ലാ ഡിവൈസും എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിങ്ക്രണസ് ബസിന്റെ കേസിൽ വർക്കിംഗ് എങ്ങനെ ആയിരിക്കും? നമ്മുടെ CPU എന്ത് ചെയ്യും? നമ്മുടെ അഡ്രസ് ബസിനകത്തോട്ട് അഡ്രസ് പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും? കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യും അല്ലെ. അഡ്രസ് നമ്മുടെ CPU എന്ത് ചെയ്തു? അഡ്രസ് ബസിനകത്തോട്ട് അഡ്രസ് വെച്ചു. അപ്പം അഡ്രസ് ലൈനിൽ അഡ്രസ് ഉണ്ട്. ഇനി ആ അഡ്രസ്സിലോട്ട് എന്താണ് ചെയ്യണം? റൈറ്റ് ചെയ്യണോ, റീഡ് ചെയ്യണോ എന്നുള്ളത് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? കൺട്രോൾ യൂണിറ്റ്. സോ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും? എന്താണോ ഓപ്പറേഷൻ ചെയ്യേണ്ടത് ആ കൺട്രോൾ സിഗ്നല് കൺട്രോൾ ബസിനകത്ത് വെക്കും. ഓക്കെ, മെമ്മറി പ്ലേസസ് ഡേറ്റ ഓൺ ദ ഡേറ്റാ ബസ്. അപ്പം ഈ പറയുന്ന റീഡ് ചെയ്യാനാണെങ്കിലും റൈറ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഡേറ്റ വേണം. ഈ പറയുന്ന ഡേറ്റ എവിടെയാണ് ഇരിക്കുന്നത്? മെമ്മറിയിലാണ് ഇരിക്കുന്നത്. സോ മെമ്മറി എന്ത് ചെയ്യും? ഡേറ്റാബേസിൽ വെക്കും. ഇനി ഈ പറയുന്ന മൂന്ന് ഓപ്പറേഷൻസും എന്തായിരിക്കും ചെയ്യുന്നത്? ഓൾ സ്റ്റെപ്പ് ഒക്കർ അക്കോർഡിംഗ് ടു എ ക്ലോക്ക് സൈക്കിൾ. നമ്മൾ പറയുന്ന കോമൺ ആയിട്ടുള്ള ക്ലോക്ക് സിഗ്നലിന്റെ ഓരോ ടൈമിങ്ങിനനുസരിച്ചായിരിക്കും ഈ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അഡ്രസ് പ്ലേസ് ചെയ്യുന്നത്. അപ്പം സെക്കൻഡ് ക്ലോക്ക് സൈക്കിളിലായിരിക്കും മേ ബി റീഡ് സിഗ്നൽ പ്ലേസ് ചെയ്യുന്നത്. ദെൻ ക്ലോക്ക് സൈക്കിൾ 3 ആവുമ്പോഴത്തേക്കും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എന്താണ് ടൈം ആണെന്നുള്ള രീതിയിലായിരിക്കും വരിക. അപ്പൊ ഇതൊരു ജസ്റ്റ് ജനറൽ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് സിങ്ക്രണസ് ബസിന്റെ? യൂസ് സിസ്റ്റം ക്ലോക്ക്. അപ്പൊ സിസ്റ്റം ക്ലോക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫിക്സഡ് ടൈം പെർ ഓപ്പറേഷൻ, ഒരു ടൈമിന് ഇത്ര ടൈം എന്നുള്ളത് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ഒരു ഓപ്പറേഷന് ഇത്ര ടൈമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ഓരോ ട്രാൻസ്ഫറിലും എന്തായിരിക്കും? ഫിക്സഡ് നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിളിലായിരിക്കും ഓരോ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ക്ലോക്ക് സൈക്കിളിൽ തന്നെ ആയിരിക്കും ചിലപ്പം ഒരു ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പൊ ഫിക്സഡ് നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിളിലായിരിക്കും ഓരോ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, യൂസ്ഡ് ഇൻ ഇന്റേണൽ സിസ്റ്റം ബസ്. നമ്മൾ മെയിൻ ആയിട്ടും സിങ്ക്രണസ് ബസ് സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്, ഇതിന്റെ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് എന്താണ്? ഇന്റേണൽ സിസ്റ്റം ബസ്സിലാണ്. ഓക്കെ, ദെൻ നമുക്കുള്ളതാണ് അസിങ്ക്രണസ് ബസ്. സോ അസിങ്ക്രണസ് ബസ് എന്താണ്? ക്ലോക്ക് സിഗ്നലിനെ ബേസ് ചെയ്തിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അസിങ്ക്രണസ് ബസ് ഡസ് നോട്ട് യൂസ് എ ക്ലോക്ക്, ഇറ്റ് യൂസസ് ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽ ഫോർ ഡേറ്റ ട്രാൻസ്ഫർ. അപ്പൊ അതൊരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സിങ്ക്രണസ് ബസ് ആയിരുന്നപ്പോൾ ക്ലോക്ക് സിഗ്നലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. പക്ഷെ അസിങ്ക്രണസ് ബസ്സിൽ ഓപ്പറേഷൻസ് നടക്കുന്നത് എങ്ങനെയാണ്? ഹാൻഡ് ഷേക്കിംഗ് ഓഫ് സിഗ്നൽ. അപ്പൊ എന്താണ് ഹാൻഡ് ഷേക്കിംഗ് ഓഫ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാസ്റ്റർ എന്ന് പറയുന്ന അല്ലെ, നമുക്ക് ഒരു
ഓപ്പറേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരാൾ ഇപ്പൊ ടീച്ചറാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കും, നിങ്ങൾ പഠിക്കും, അങ്ങനെയാണല്ലോ. അപ്പൊ മാസ്റ്റർ ടീച്ചറും സ്ലേവ് എന്ന് പറയുന്ന കുട്ടികളും ആണല്ലോ. സോ അതേപോലെ എന്താണ്, മാസ്റ്റർ എന്ത് ചെയ്യും, റെഡി റിക്വസ്റ്റ് കൊടുക്കും. മാസ്റ്റർ റെഡി റിക്വസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും എന്താണ്, ഡേറ്റ ട്രാൻസ്ഫറിന് മാസ്റ്റർ റെഡി ആണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, സ്ലേവ് അതെന്ത് ചെയ്യണം, സ്ലേവ് റെഡി ആകുമ്പോഴത്തേക്കും അതിനെ അക്നോളജ് ചെയ്യണം, അല്ലെ. ഞാനിപ്പോ ക്ലാസ്സിൽ വന്നു, കുട്ടികൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. സോ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ റെഡി ആവുന്ന സമയത്ത്, ഞാൻ റെഡി ആയി എന്ന് പറയുന്ന സമയത്ത് കുട്ടികൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. കുട്ടി പ്രസന്റ് ആവുക മീൻസ് അവരുടെ സൈഡിൽ നിന്നുള്ള അക്നോളജ്മെന്റ് ആണ്, ഞങ്ങൾ ക്ലാസ് കേൾക്കാൻ തയ്യാറാണ്, പഠിക്കാൻ വില്ലിങ് ആണെന്നുള്ളത്, അല്ലെ. സോ ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുമ്പോൾ ആരാണോ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരൊരു റിക്വസ്റ്റ് കൊടുക്കും, സ്ലേവ് എന്ത് ചെയ്യും, അതിനെ അക്നോളജ് ചെയ്യും. സോ അക്നോളജ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഡേറ്റ ട്രാൻസ്ഫർ നടക്കുള്ളൂ. സോ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്, CPU സെൻഡ്സ് അഡ്രസ് ആൻഡ് റീഡ് റൈറ്റ് സിഗ്നൽ. ഓക്കെ, അഡ്രസ്സും റീഡ് റൈറ്റ് സിഗ്നലും CPU ഇനിഷ്യേറ്റ് ചെയ്യും. അപ്പം എന്നിട്ട് CPU എന്ത് ചെയ്യും, ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. അപ്പം മെമ്മറി അല്ലെങ്കിൽ IO ഡിവൈസസ് തിരിച്ച് അക്നോളജ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെ. CPU ഞാൻ ബില്ലിംഗ് ആണ് ഈ ഓപ്പറേഷൻസ് ചെയ്യാനെന്ന് കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. മെമ്മറിയും IO ഡിവൈസസും എന്ത് ചെയ്യണം, അക്നോളജ് ചെയ്യണം. ഓക്കെ, അപ്പൊ അവരുടെ സൈഡിൽ നിന്നും, മെമ്മറിയിൽ നിന്നോ IO ഡിവൈസസിൽ നിന്നോ ഒരു അക്നോളജ് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഡേറ്റ ട്രാൻസ്ഫർ സംഭവിക്കും. ദെൻ ഇതെല്ലാ ഓപ്പറേഷനും കഴിയുമ്പോൾ എന്താണ്, സിഗ്നൽസ് എന്ത് ചെയ്യും, റീസെറ്റ് ആവും. ഓക്കെ, ദെൻ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ക്ലോക്ക് സിഗ്നൽ ഇല്ല എന്നുള്ളതാണ് അസിൻക്രണസ് ബസ് സ്ട്രക്ചറിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, വേരിയബിൾ ടൈം ഫോർ ട്രാൻസ്ഫർ. നമ്മൾ ക്ലോക്ക് സിഗ്നലിനകത്ത് വെച്ചേക്കുന്നത് പോലെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ തീരണം എന്ന് എന്തില്ല, നിർബന്ധമില്ല. അപ്പം നമുക്കൊരു ഓരോ ഓപ്പറേഷനും ഡിഫറെന്റ് ടൈമിലായിരിക്കും, ഡിഫറെന്റ് ടൈം യൂസ് ചെയ്തിട്ടായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിവൈസസ് വിത്ത് ഡിഫറെന്റ് സ്പീഡ് ക്യാൻ വർക്ക് ടുഗദർ. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന പോലെ CPU ആണെങ്കിലും മെമ്മറി ആണെങ്കിലും രജിസ്റ്റേഴ്സ് ആണെങ്കിലും ഡിഫറെന്റ് സ്പീഡ് ആയിരിക്കും, അല്ലെ. സോ ആ ഡിഫറെന്റ് സ്പീഡിൽ വർക്ക് ചെയ്യുന്ന കമ്പോണൻസ് ആണെങ്കിലും എന്ത് ചെയ്യാം, ഒരുമിച്ച് അസിൻക്രണസ് ബസ് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് IO ഡിവൈസസിന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു CPUന്റെ ഇന്റേണൽ പ്രോസസറിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ IO ഡിവൈസസിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും അസിൻക്രണസ് ബസ് സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ആവുമ്പോഴത്തേക്കും നമ്മുടെ ബസ് ഓർഗനൈസേഷൻ എന്നുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. അപ്പൊ